എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായസ് ടാരറ്റിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് ഫുൾ മൂൺ, ഈ വരുന്ന പൂർണ്ണചന്ദ്രൻ, അതായത് നാളെ 7-ാം തീയതി സെപ്റ്റംബർ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു പിക്ക് കാർഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏതാണ് കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഏത് പൈലാണെന്നുള്ളത്. ഫസ്റ്റ് ഈ ഒരു മെഴുകുതിരിയുടെ ചിത്രമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1. അതുപോലെ ഈ ഒരു റീഡർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2. ലാസ്റ്റ് വന്നിട്ട് യൂണിവേഴ്സ് എനർജി ആണെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. സോ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ പൈൽ നമ്പർ 1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് വില്ലോ എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ബേസിൽ ആൻഡ് ഐവി. ആൻഡ് നിങ്ങളുടെ മെയിൻ തീം വന്നിട്ടുള്ളത് ദ സിക്കിൾ എനർജിയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു സമയം എനർജി വൈബ്രേഷൻ പൈസസിലാണ് ഈ ഒരു ന്യൂ മൂണിൻ്റെ എനർജി വരുന്നത്. അപ്പോൾ പൈസസിൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി, ജനറൽ എനർജി പറയുന്നത് ഡ്വാലിറ്റിയാണ്. അതായത് പൈസസ് നമുക്കറിയാം രണ്ട് ദിശയിലേക്ക് നിൽക്കുന്ന ഒരു എനർജിയാണ്. അതായത് ഒരേ സമയം ഒന്നിൽ തന്നെ ഒരു ഡ്വാലിറ്റി കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത് ഒരേ സമയം തന്നെ നമ്മൾ ഒരു കാര്യം ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതും അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലൈഫിൽ ചില പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട് ജീവിതത്തിൽ. അപ്പോൾ പുതിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം നമ്മൾ കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് വരികയും അതേസമയം തന്നെ നമ്മൾ സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് കുതിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റം, പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഒരേ സമയം നടക്കുമ്പോൾ മറ്റൊരു സൈഡിൽ ഒന്ന് പുറകോട്ടേക്ക് പോകുക, അല്ലെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യുക, ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു കോൺ മൂൺ എന്നാണ് നമ്മൾ പറയുന്ന, ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ദ്വന്ദ്വത്വം, അത് നിങ്ങൾ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഫോക്കസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ ചില സമയങ്ങളിൽ ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വില്ലോ എനർജി എന്ന് പറയുന്ന ഏതൊരു സാഹചര്യത്തിലും വില്ലോയുടെ എനർജി എന്ന് പറയും നമ്മൾ നേരെയുള്ള മരം മുറിച്ച് എടുക്കാൻ എളുപ്പമായിരിക്കും, എപ്പോഴും വളഞ്ഞു പോകുന്നതാണ് ബുദ്ധിമുട്ട് എന്നുള്ളത്. നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കുറച്ചൊരു ലോകത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ചിന്തയും മനസ്സിലാക്കലും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് പല കാര്യങ്ങളിലും മുന്നേറാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു എനർജി എന്ന് സൂചിപ്പിക്കുന്നത് എത്ര വലിയ കാറ്റ് വന്നാലും, സാധാരണ നിൽക്കുന്ന മരങ്ങൾ വലിയ കാറ്റ് വരുമ്പോൾ ഒന്ന് വളഞ്ഞു കൊടുക്കാത്ത മരങ്ങളാണെങ്കിൽ അത് ഒടിഞ്ഞ് താഴെ വീഴും, അതിൻ്റെ നാശമാണ് അത് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതേസമയം വില്ലോ എനർജി എന്ന് പറയുന്നത് അത് ആ വലിയ കാറ്റ് വരുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അത് വളഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര വലിയ കാറ്റടിച്ചാലും അതൊരിക്കലും ബ്രേക്ക് ആവില്ല, കാരണം അത് അത്രയും താഴത്തേക്ക് വളഞ്ഞു കൊടുക്കുന്നതും അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒടിയുന്നില്ല, അത് മുന്നോട്ടേക്ക്, അതായത് ലൈഫിൽ നമ്മൾ എവിടെയാണ് താഴ്ന്നു കൊടുക്കേണ്ടത്, എവിടെയാണ് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ അഡ്വേഴ്സിറ്റിയിലായാലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഉൾക്കൊള്ളേണ്ട ചില പാഠങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ബേസിൽ എനർജിയാണ്. അപ്പോൾ ബേസിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുളസി എന്ന് പറയുന്നത് ഹോളി ബേസിൽ നമ്മളുടെ ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ വിഷ്ണു ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുന്ന ഒന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ടൈമും എനർജിയും മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ
മറ്റുള്ളവരിലുള്ള നല്ല എനർജി നിങ്ങളിലേക്കും തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റിട്ടുള്ള എന്താ പറയുക സങ്കടങ്ങൾ, വൂൺസ്, ഈ ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളൊന്നും ആ ഒരു നെഗറ്റീവ് ഇതിൽ കാണാതെ, അതൊരു ട്രോമയായിട്ട് കൊണ്ട് നടക്കാതെ നിങ്ങളതൊരു എൻലൈറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് അലൈൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് തരുന്ന ഒരു സമയമാണ് ഈ ഒരു ഫുൾ മൂൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം പല കാര്യങ്ങളെക്കുറിച്ചിട്ട് പഴയ ചില ട്രോമയൊക്കെ തിരിച്ച് ലൈഫിലേക്ക് വരാം. കാരണം ഇങ്ങനത്തെ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും കഴിഞ്ഞുപോയ കാലത്തിലുണ്ടായിരുന്ന ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ച് നമ്മൾ എടുക്കുന്ന ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എഫേർട്ട് എടുക്കുക, നിങ്ങളുടെ ഇൻഡ്യൂഷൻ, നിങ്ങളുടെ സ്പിരിച്വൽ കെയർ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ വളരെയധികം പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക്, അതായത് വിട്ട് കളയേണ്ട കാര്യങ്ങൾ വിട്ട് കളയുക, പാഠമായിട്ട് ഉൾക്കൊള്ളേണ്ടത് പാഠമായിട്ട് ഉൾക്കൊള്ളുക, മെമ്മറീസായിട്ട് സൂക്ഷിച്ചു വയ്ക്കേണ്ടത് മെമ്മറീസായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് IV എനർജിയാണ്. അപ്പം ഈ ഒരു IV എനർജി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ചവിട്ടുപടി, അല്ലെങ്കിൽ ഒരു ലാഡർ, ഒരു ഏണി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ, തടസ്സങ്ങളെ അതൊരു ചുവട്ടുപടിയായിട്ട് അല്ലെങ്കിൽ ഏണിയായിട്ട് കരുതുക. ഒരു തടസ്സത്തെ അതിജീവിച്ച് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. പിന്നെ ഇപ്പോഴത്തെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യം എന്ന് സൂചിപ്പിക്കുന്നത് പുതിയൊരു തുടക്കമാണ്. അത് എപ്പോഴും സ്റ്റേബിളായിട്ട് വളരെ സ്ഥിരതയോട് കൂടിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ മുമ്പോട്ടേക്ക് പോകുക എന്നുള്ളതല്ല. എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെയാണ്. പക്ഷെ ചിലരുടെ ലൈഫിൽ അവരതിനെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് അതൊരു തടസ്സമായിട്ട് കാണാതെ, അതിനൊരു ചാലഞ്ചായിട്ട് കണ്ട് അത് ജീവിച്ച് മുന്നോട്ടേക്ക് പോകും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, മുന്നിൽ കാണുന്നത് തടസ്സമായിട്ട് കാണാതെ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ആ ഒരു എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്കുള്ള പാതയിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോവേണ്ടത് എന്നുള്ളതാണ്. ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്ന ആളുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക. അതായത് നമ്മൾ വലിയ സ്വപ്നങ്ങളൊക്കെ ആണെങ്കിൽ അത് ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ആദ്യം ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി വയ്ക്കുക. എന്നിട്ട് ഓരോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് എങ്ങനെ മുന്നോട്ടേക്ക് പോകാം, നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എന്നുള്ളൊരു എനർജിയിലേക്ക് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ സിക്കിൾ എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ വിട്ടുകളയേണ്ടുന്നത് കാര്യങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. നമ്മൾക്കറിയാം, ഇത് ഒരു അരിവാൾ എന്ന് പറയുന്നത് എന്താണ്, പുല്ല് വെട്ടാനും അതായത് വേണ്ടാത്ത കളകളെ വെട്ടിക്കളയാനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അടുത്തിടയ്ക്ക് ഫേസ് ചെയ്യുന്ന പല കാര്യങ്ങളും ചലഞ്ചസും ജീവിതത്തിൽ നിങ്ങൾ അവസാനിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യം കഴിഞ്ഞുപോയി, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിന് ഗ്രോത്തിൻ്റെ സമയമാണ്. അപ്പോൾ മുന്നോട്ടേക്ക് ഒരു പോസിറ്റിവിറ്റി സൂചിപ്പിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ലെറ്റ് ഗോ ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് പലരെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇത് പല റിലേഷൻഷിപ്പായിരിക്കാം, പല സാഹചര്യങ്ങളായിരിക്കാം. നിങ്ങൾ വിട്ടുകളയുക, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയല്ല നിങ്ങൾ വേണ്ട. ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ സക്സസ്, നിങ്ങളുടെ ചിന്തയിൽ സക്സസ്, വിജയം എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ ചിന്തയിലുള്ള വിജയം എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾ പറയും, ഇപ്പോൾ ഒരാൾ ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ ആയാൽ ആ ഒരു രീതിയിൽ ആൾ സക്സസ്ഫുൾ ആണ്. അതേസമയം തന്നെ ആ വ്യക്തിക്ക് വരുമാനം ഉണ്ടാക്കുന്ന മറ്റേതെങ്കിലും രീതി, ഇപ്പോൾ ഒരു കലാകാരനോ കലാകാരിയോ ആണ്, ഇപ്പോൾ ഫിലിം സ്റ്റാർ, ആ ഒരു രീതിയിൽ പോകുമ്പോൾ ഒരു ലെവലിലേക്ക് വരാം. പക്ഷെ ചെറിയ രീതിയിൽ അതിൽ മുന്നേറുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ കാണുന്നില്ല. അപ്പോൾ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല, നിങ്ങളെ സക്സസ്ഫുൾ ആണെന്ന് ചിന്തിക്കുമ്പോൾ ആണ് അവിടെ ഒരു മാറ്റം ഉണ്ടാകുന്നു. അപ്പോൾ റീഫ്രെയിം സക്സസ്. നിങ്ങളുടെ ലൈഫ് ബിസി ആയിരിക്കുക എന്നുള്ളതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുമ്പോഴാണ്. മറ്റൊരാൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിന് അവിടെ പ്രാധാന്യം ഇല്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നു. ഓക്കെ,
അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി. ഇനി നമ്മൾ നെക്സ്റ്റ് വന്നിട്ട് പൈൽ നമ്പർ 2 എന്താണ് ചൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സീ. പൈൽ നമ്പർ 2. Blackthorn, Lily of the Valley, Hawthorn ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ മെയിൻ തീം റോസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജി നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് എന്നുള്ളത്. ഈ ഒരു ഫുൾ മൂൺ എന്ന് പറയുന്നത് ഇത് ലൈഫിൽ ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതം കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു എനർജിയിൽ നിങ്ങളുടെ ജീവിതം കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് കാര്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഈ ഒരു ഫുൾ മൂൺ ലൂണാർ എക്ലിപ്സ് എന്ന് പറയുന്നത് പൈസസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസസ് എനർജി എന്ന് പറയുന്നത് കംപ്ലീഷൻ ആൻഡ് റിലീസാണ്. അപ്പോൾ ഈ ഒരു ഇത് സൂചിപ്പിക്കുന്ന ബ്ലാക്ക് തോൺ എനർജി എന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വരികയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ, പുതിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ. ഈ ഒരു പുതിയ സ്പേസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ പഴയ കാര്യങ്ങൾ പലതും ക്ലോസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫേസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കംപ്ലീഷനും റിലീസിൻ്റെ ഫേസാണ്. അപ്പോൾ കംപ്ലീഷനും റിലീസും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കുക. അപ്പോൾ ഈ ഒരു പൈസസ് ിലുള്ള ഈ ഒരു ടൈം ഫുൾ മൂൺ, അതായത് ഈ ഒരു ലൂണാർ എക്ലിപ്സ് ടൈം പീരീഡ് എന്ന് പറയുന്നത് വിട്ടുകളയാൻ, നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും വീണ്ടെടുക്കാൻ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത, നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിശ്വാസം, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. വിശ്വാസം വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഫെയ്ത്ത്, അത് നിങ്ങളിലാവാം. ആ ഒരു പ്രപഞ്ചശക്തിയിൽ ഫെയ്ത്ത് ഉണ്ടാവേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു കാര്യം അവസാനിക്കുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ വിട്ടുകളയുന്നത് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല വിട്ടുകളയാൻ. പക്ഷേ നമുക്കറിയാം അത് നമുക്ക് ആവശ്യമില്ല എന്ന്. എന്നാൽ നമ്മൾ എന്തുകൊണ്ടോ പലതും ആവശ്യമില്ലാത്തതാണെങ്കിൽ അത് വിട്ടുകളയാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, ഇത് നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് മനസ്സിലാക്കി അത് വിട്ടുകളയുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എക്ലിപ്സ് എനർജി എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള റിയാലിറ്റി റീഓർഗനൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ഓൾഡ് ഐഡൻറ്റിറ്റി വിട്ടുകളയേണ്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് ജീവിതത്തിൽ വരുന്നത്. ഫെയ്റ്റ്, നിങ്ങളുടെ നമ്മൾ പറയില്ലേ തലയിലെഴുത്ത്, തലവിധി എന്നൊക്കെ പറയുന്ന പോലെ അതിൽ മാറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നിങ്ങൾ പല കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സൂപ്പർ ചാർജ് ഫുൾ മൂണാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ക്ലോഷറും കംപ്ലീഷൻ്റെ സമയം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് റിലീസ് ചെയ്യേണ്ടതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കിയതിനു ശേഷം റിലീസ് ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ലൈഫിൽ റിലീസ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾ അതിരുന്ന് ആലോചിച്ച് നോക്കി ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലിലി ഓഫ് ദ വാലി എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി, ലിലി ഓഫ് ദ വാലി എനർജി എന്ന് പറയുന്നത് ഒരു പ്യൂരിറ്റി, ഒരു പോസിറ്റിവിറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന പ്യൂരിറ്റി, പോസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളിൽ ചില ആളുകൾ അവർ വളരെ പാവമാണ് അല്ലെങ്കിൽ വളരെ നല്ല വ്യക്തിയാണെന്ന് പറയും. അങ്ങനെ പറയുന്ന വ്യക്തികൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾക്ക് അവരെ മനസ്സിലായിട്ടാണോ പറയുന്നത്? അല്ല, മറിച്ച് അവരെങ്ങനെയാണ് നിങ്ങളുടെ മുമ്പ് ബിഹേവ് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ടാണ്. അവർ നിങ്ങളുടെ മുമ്പിൽ അവരെന്തൊക്കെയാണ്, എങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്നത്. പക്ഷേ അവരിങ്ങനെ പറയുമ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ ചില കാര്യങ്ങൾ ഡോണ്ട് ലെറ്റ് അപ്പിയറൻസ് ഡിസീവ് യു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ നല്ല അപ്പീലിംഗ് ആയിട്ട് തോന്നും ചില ആളുകൾ, പക്ഷേ അവർ വളരെ ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. അവർ അങ്ങനെയുള്ള എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തും പ്രധാനപ്പെട്ട ഡിസിഷൻ നിങ്ങൾ എടുക്കണമെങ്കിൽ വളരെയധികം ആലോചിച്ചിട്ട് മാത്രം തീരുമാനം എടുക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ
അങ്ങനത്തെ ഒരു എനർജി. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലിലി ഓഫ് ദ വാലി എനർജി കണക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ലൈഫിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ സൗത്ത് നോഡ് പറയുകയാണെങ്കിൽ ടാലൻസ്, നിങ്ങളുടെ ക്വാളിറ്റീസ് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പല കാര്യങ്ങളും പറയുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാവാം അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി അത് വലിച്ചെടുക്കും. കാരണം പലപ്പോഴും നമ്മൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, നമ്മുടെ എനർജി അങ്ങനത്തെ ഒരു എനർജിയാണ്. അതേസമയം തന്നെ നോർത്ത് നോഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കംഫർട്ട് സോൺ. നമ്മളെപ്പോഴും പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആ ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല, അതൊന്ന് പുറത്ത് കിടക്കണം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ നോർത്ത് നോഡ് എനർജിയിലേക്ക് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു ഹോത്രൂൺ എനർജി എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്നത് ഒരു നോർത്ത് നോഡ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പല കാര്യങ്ങളുടെയും പര്യവസാനമാണ്. മുന്നോട്ടേക്ക് പോകുമ്പോൾ ജീവിതത്തിൽ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷെൽഫിൽ നിറച്ച് സാധനങ്ങളിരിക്കുക, അവിടെ സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ പഴയ കുറേ കാര്യങ്ങൾ എടുത്ത് മാറ്റണം. അപ്പോൾ നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്താലേ പുതിയ കാര്യങ്ങൾക്ക് ലൈഫിൽ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വരാൻ സ്പേസ് ഉണ്ടാവുകയുള്ളൂ, പുതിയ അവസരങ്ങൾ, പുതിയ സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരണമെങ്കിൽ. അപ്പോൾ ചില വാതിലുകൾ അടച്ചാലേ മറ്റ് പുതിയ വാതിലുകൾ തുറന്ന് വരൂ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില സെപ്പറേഷൻസ് ഇവിടെ കാണുന്നുണ്ട്. ഫെയർവെൽസോ കാര്യങ്ങളോ എന്താ പറയുക, യാത്ര പറച്ചിലുകളോ ഇല്ലാതെ ചില സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു എനർജിയാണ്. ഈ ഒരു എനർജി ഇതൊരു ഓട്ടം എനർജിയാണ്. കാരണം ജനറലി പറയുകയാണെങ്കിൽ ഒരു ടൈം പീരീഡും അങ്ങനെയാണ്. അപ്പോൾ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ മരങ്ങളിലേക്ക് ഇലകൾ കൊഴിഞ്ഞു പോകുന്നത്, പക്ഷെ അതിനർത്ഥം അത് എന്നേക്കുമായി പോയെന്നുള്ള, ഇനിയും അടുത്ത സ്പ്രിങ് സമ്മർ വരുമ്പോൾ വീണ്ടും അതിലെ ഇലകളും ചെടികളും പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് വിട്ടുകളയേണ്ടതെന്ന് വിട്ടുകളഞ്ഞാൽ പുതിയ കാര്യങ്ങൾ ലൈഫിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള പല സാഹചര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ വളരെ എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ പൈസസ് ഒന്ന് എനർജി എംപത്തറ്റി, അതായത് വളരെയധികം സ്നേഹവും സഹാനുഭൂതിയും സഹജീവികളോടൊക്കെയുള്ള ഒരു എനർജി ആയതുകൊണ്ട് തന്നെ ചുറ്റും നടക്കുന്ന ആളുകൾ, നിങ്ങളിപ്പോൾ ഒരിടത്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു 15 പേര് ചുറ്റും ഉണ്ടെങ്കിൽ അവരുടെ എനർജിയൊക്കെ നിങ്ങൾ വലിച്ചെടുക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് നമ്മൾ ആ ഒരു എംപത്തി ഉള്ള ഒരാളാണെങ്കിൽ എല്ലാവരുടെ എനർജി വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു മനസ്സമാധാനവും സ്വസ്ഥതയും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല. കാരണം പലതരത്തിലുള്ള ആളുകളുടെ നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള എനർജീസ് ഉണ്ട്. കൂടുതലും നെഗറ്റീവ് എനർജീസാണ്. ചുറ്റിനും എല്ലാവരുടെയും കൂട്ടത്തിലിരിക്കുമ്പോൾ പലരും പല രീതിയിൽ ചിന്തിക്കുന്ന എനർജീസ് നിങ്ങളത് നിങ്ങളിലേക്ക് വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്കൊരു ഫിൽറ്റർ ഇല്ല. കാരണം നിങ്ങൾ ഈ ഒരു എനർജി ആയിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സമയം ആളുകളുടെ കൂടെ ചിലവഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് കുറച്ച് സമയം ഇരിക്കുകയോ മെഡിറ്റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് മാറി നിൽക്കുകയോ ചെയ്യാത്തത്തോളം കാലം നിങ്ങൾ മറ്റുള്ളവരുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഭാരം, ഒരു സ്ട്രെസ്സാണത്. അത് മനസ്സിലാക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് റോസ് കാർഡാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ബിലീവ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾ, വിശ്വസിച്ച് പോന്നിരുന്ന ചില കാര്യങ്ങൾ അതങ്ങനെയല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ആ ഒരു നോർത്ത് നോഡ് എനർജി ആണെങ്കിൽ നിങ്ങളോട് പറയുന്നത് സറണ്ടർ ചെയ്യുക എന്നുള്ളത്, നിങ്ങളിൽ വിശ്വസിക്കുക, റിലീസ് ചെയ്യുക, സറണ്ടർ ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അല്ലെ എനിക്കിതിങ്ങനെ തന്നെ വേണം എന്നുള്ളത്. ചിലത് നിങ്ങൾക്ക് നല്ലതിനല്ല. അപ്പോൾ അത് പലപ്പോഴും ആളുകൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ എന്നുള്ളത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. സംതിങ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരഞ്ഞെടുക്കാത്ത ഒന്നായിരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സീക്രട്സ് അല്ലെങ്കിൽ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ സീക്രട്ട് വിഷസ് ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ, അതൊക്കെ നിങ്ങളിലേക്ക് എത്തുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസമാണെങ്കിലും ആ പ്രപഞ്ചശക്തിയിലുള്ള വിശ്വാസമാണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും ഒക്കെ നിങ്ങളിലേക്ക് തിരിച്ച് കൊണ്ടെത്തിച്ച് തരുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന രീതി, ജീവിത സാഹചര്യങ്ങളും
നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഒപ്പീനിയൻസ്, ഇതൊക്കെ നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യുകയും അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ റിയാലിറ്റി, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഇനി നമ്മൾ പൈൽ നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് ദ റീഡിങ്. നമ്പർ 3 ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ, സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് നിങ്ങളുടെ ആസ്ഫെഡൽ, മൂൺ വോട്ട്, നെക്സ്റ്റ് റോവൻ. മെയിൻ തീം വന്നിട്ട് ചെറി എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ന്യൂ മൂൺ എനർജി, ഫുൾ മൂൺ എനർജി എന്ന് പറയുന്നത് പൈസസ് ഫുൾ മൂൺ എനർജി ആണ്. അപ്പോൾ ലൂണാർ എക്ലിപ്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു പൈസസ് എനർജി, ഫുൾ മൂൺ എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയം, നമ്മൾ ഈ ഒരു ദിവസം നാളെയാണ് എങ്കിൽ പോലും ഈ ഒരു വീക്ക് 4th മുതൽ 11th വരെയുള്ള ഒരു ടൈം പീരീഡിൽ ഈ ഒരു എനർജി ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും മാനിഫെസ്റ്റേഷനോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ നാളെ തന്നെ ചെയ്യണമെന്നില്ല, 11ാം തീയതി വരെയൊക്കെയുള്ള ഒരു ടൈം പീരീഡിൽ ചെയ്യാം. അതിന് മുമ്പോട്ടേക്കുള്ള 3 ദിവസവും പിന്നീട് വരുന്ന 3 ദിവസവും അല്ലെങ്കിൽ 3-4 ദിവസം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇതൊരു ഫുൾ മൂൺ, ഈ ഒരു ഫുൾ മൂൺ എനർജി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് മൂൺ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാര്യത്തിലാണ്, ഈ ഒരു സൂപ്പർ ചാർജ് ഇമോഷൻസ് ആണ്. അതായത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇമോഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ചിന്താധീനരായിട്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിന്ത കൂടുതലാവാം. അല്ലെങ്കിൽ സങ്കടങ്ങളുള്ളൊരു വ്യക്തി, ദേഷ്യമുള്ള വ്യക്തി, വാശിയുള്ള വ്യക്തിയാണെങ്കിൽ അതൊക്കെ കൂടാം. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഈ ഒരു ഫുൾ മൂൺ സംഭവിക്കുന്നത് പൈസസ് എനർജിയിലായതുകൊണ്ട്, പൈസസ് പൊതുവേ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സോഡിയാക് സൈൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങളെ ആ ഒരു ഭയങ്കര ഒരു ഇമോഷണലി കണക്റ്റഡ് ആവാൻ, ഇമോഷണലി നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ പൈസസിൻ്റെ എനർജി ആയതുകൊണ്ട് തന്നെ ഇത് അലൈൻ ചെയ്തിരിക്കും കർമ്മ, പ്രൈവസി, മെൻ്റൽ, അതായത് ഇമോഷണൽ, മെൻ്റൽ ഹെൽത്ത്, സ്പിരിച്വാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം വരുന്ന ഒരു കാര്യമാണ് കൺഫ്യൂഷൻ. കാരണം പൈസസ് എന്ന് പറയുന്നത് 2 മത്സ്യങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നിൽക്കുന്നു. ഒന്ന് ഒരു സൈഡിലേക്ക് പോകുമ്പോൾ മറ്റൊന്ന് മറ്റൊരു സൈഡിലേക്ക്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ ഒരേ സമയം മനസ്സുകൊണ്ട് ഇങ്ങോട്ടേക്ക് പോകണമെന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ സ്വന്തം ഉള്ളിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ, ഭയങ്കര ഇൻറ്റൻസ് ഇമോഷൻസ് ആയിരിക്കും. ഒന്ന് പൊതുവേ ഒരു ഫുൾ മൂൺ എനർജി എന്ന് പറയുന്നത്, മൂൺ എനർജീസ് ഇമോഷണലാണ്, ഫെമിനൈൻ എനർജിയാണ് ഒന്ന്. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം പൈസസ് എനർജി കൂടി ആകുമ്പോൾ ഭയങ്കര ഒരു സ്ട്രോങ് ഇമോഷൻസ് ഉള്ള സമയമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഇമോഷൻ ആണെങ്കിലും അത് ഡബിൾ എനർജി ആയിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളാണ് ലൈഫിൽ നടക്കുന്നതെങ്കിലും അതിൽ ഒത്തിരി വളരെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്, പ്രകടമായിട്ടത് വളരെ സന്തോഷം ഫീൽ ചെയ്യുന്നൊരു സമയമാണ്. അതേപോലെ തന്നെ ഈ ഒരു അസ്ട്രോളജിക്കൽ എനർജി എന്ന് പറയുന്നത് ബ്ലഡ് മൂൺ എക്ലിപ്സ് ആണ്. ഫസ്റ്റ് ആദ്യം തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഒരു പോസിറ്റീവ് ആംഗിൾ ജൂപ്പിറ്ററുമായിട്ടുള്ള എനർജിയാണ്. അതുകൊണ്ടൊരു വളരെയധികം നല്ല കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും. കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ടിരിക്കാം. നല്ല നല്ല ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ മൂൺ വോട്ട് എനർജി കണക്ഷൻസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ മെർക്കുറി കണക്ഷൻസും ഉണ്ട്. ഈ ഒരു ലൂണേഷൻ എന്ന് പറയുന്നത് മെർക്കുറിക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് ഒരു സിഗ്നിഫിക്കൻറ്റ് ബാലൻസ് ഒരേ സമയം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ മൂഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ, എത്രത്തോളം നിയന്ത്രിക്കാൻ പറ്റുന്നോ അത് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റും. പക്ഷെ അതേസമയം തന്നെ പൈസസ് എനർജി ഉള്ളത് കൊണ്ട് വളരെ ഒരു സ്ട്രോങ് കണക്ഷനാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ലോങ് ടേം ഗ്രോത്ത് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു
സിറ്റുവേഷൻ എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തിൽ ലോങ് ടേം സക്സസ് ആഗ്രഹിക്കുന്നവർക്ക് അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന എനർജിയാണ്. അപ്പോൾ കരിയർ, മറ്റ് ഫിനാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ബിസിനസ് മറ്റ് കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന ഒരു സമയമാണ്. ഒരു പ്രോഗ്രസ്, ഒരു പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും അങ്ങനെ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു സീക്രറ്റീവ് അതായത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒളിച്ചു വെച്ചിരുന്ന ചില കാര്യങ്ങൾ. ഇപ്പോൾ പൈസസ് എനർജി എന്ന് പറഞ്ഞാൽ മിസ്റ്ററി, സീക്രറ്റ്സ് അതുപോലുള്ള കാര്യങ്ങളാണ്. സയൻസ്, ഒക്കൽട്ട് അതുപോലുള്ള എനർജി ഒക്കെ നിങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങളെന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ച കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ വളരെ അടുത്ത ആരോടെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ അറിയാനുള്ളൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ ആലോചിച്ച് വെച്ചാൽ നന്നായിരിക്കും. നിങ്ങൾ ആരുടെ അടുത്തെങ്കിലും നിങ്ങൾ വളരെ സീക്രട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി അത് പുറത്ത് പറയുകയാണെങ്കിൽ നിങ്ങളത് ഇമോഷണൽ ആവാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അത് ആ വ്യക്തി പറഞ്ഞു എന്നറിയുമ്പോൾ നിങ്ങളുടെ ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് കൈകാര്യം ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആദ്യമേ തന്നെ ചിന്തിച്ച് തീരുമാനിച്ച് വയ്ക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റ് ആവശ്യമുള്ള സമയമാണ്. ഒന്ന് റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ റീചാർജ് ചെയ്യാൻ വേണ്ടുന്ന ഒരു സമയമാണ്. പിന്നെ പൈസസ് എനർജി ആയതുകൊണ്ട് തന്നെ ഒരു റിലാക്സേഷൻ, റീചാർജ് അനിവാര്യമാണ്. മറ്റുള്ളവരിൽ നിന്നുള്ള, ആളുകളിൽ നിന്നുള്ളൊരു ഒരു സോളിറ്റ്യൂഡ്, ഒരു ട്രാങ്ക്യുലിറ്റി ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റൂവൻ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ, നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ആ ഒരു മൈൽ സ്റ്റോൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പുതിയൊരു വാതിൽ നിങ്ങൾക്കായിട്ട് തുറന്നു വരുന്നു എന്ന് പറയാം. ഒരേ സമയം ഒരു എൻഡിങ്ങും ന്യൂ ബിഗിനിങ്ങും എന്നുള്ള രീതിയിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആംബിഷൻ, നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, ഇപ്പോൾ വളരെ ഒത്തിരി വലിയൊരു ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ഒക്കെ നേടാൻ പറ്റുന്നൊരു സമയമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഇമോഷണൽ സൈഡാണ്. പിന്നെ കരിയർ ആൻഡ് ഫിനാൻസ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഫോക്കസും ചെയ്യാം. കാരണം ഒത്തിരി വലിയ ബ്രേക്ക് ത്രൂ ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രൊമോഷൻസ് കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്. ചില ആളുകൾക്ക് അവാർഡ്സ് കാര്യങ്ങൾ, പുതിയ ജോലിക്കുള്ള സാധ്യതകൾ, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിലുണ്ടാകുന്നു എന്നുള്ളതും ജീവിതത്തിൽ സൂചിപ്പിക്കുന്ന ഒരു വളരെ ഒരു പോസിറ്റീവ് മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ചില ആളുകൾ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാവാം. അപ്പോൾ വസ്ത്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ സിൽക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്, പട്ടുനൂൽ പുഴു അതുപോലെയുള്ള കുറച്ച് ബിസിനസ്സുകൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും തരത്തിൽ ക്ലോത്തിങ് ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്യുന്ന തരത്തിലൊരു ബിസിനസ്സിനുള്ളൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ജീവിതത്തിൽ എടുക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി, റോവൻ എനർജി എന്ന് പറയുന്നത്, റോവൻ എന്ന് പറയുന്നത് ട്രീ ഓഫ് ബാഡ്സ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സോ അതിൻ്റെ അടുത്തിരിക്കുന്നത് തന്നെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ നിങ്ങൾക്ക് നേച്ചറിൽ നിന്നാണ് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേച്ചറിൽ ഒരു എന്താ പറയുക, നടക്കുകയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ട്രീ ഹഗ്ഗിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. റഷ് ചെയ്ത് ഒന്നും പോവാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം. നെക്സ്റ്റ് വന്നിട്ട് ചെറി എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ചില സാഹചര്യങ്ങൾ, ഡ്രമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളൊരു സ്കോർപ്പിയോ ആണ്, പൈസസ് സ്കോർപ്പിയോ കണക്ഷൻസ് ഉണ്ടെങ്കിൽ ഭയങ്കര ഹ്യൂജ് ഡ്രമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകും. കാരണം ഒന്ന് പൈസസ് ഇമോഷണൽ, സ്കോർപ്പിയോ ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യില്ല, ഉള്ളിൽ വയ്ക്കില്ല, അത് വളരെയധികം തുറന്നടിച്ച് സംസാരിക്കും. ഒരു ഫൈറ്റിംഗ് മോഡിൽ നിൽക്കുന്ന ഒരു എനർജി ആയതുകൊണ്ട് നിങ്ങളുടെ ഇതിൽ ഇപ്പോൾ സോഡിയാക് സൈൻ നമ്മൾ പറയും, സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡിങ് സൈൻ. അപ്പോൾ ഇതെല്ലാം നോക്കുന്ന സമയത്ത് ഇതിൽ ഈ പറഞ്ഞ പൈസസ് സ്കോർപ്പിയോ എനർജീസ് വരുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കാം. അപ്പോൾ എന്തെങ്കിലും ചെറിയ എനർജി ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് ലൈഫിൽ ബാലൻസ് ഡയറ്റ് ശ്രദ്ധിക്കേണ്ടത്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട്, ഫിസിക്കൽ ഹെൽത്ത് ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ
ബാലൻസ്ഡ് ഡയറ്റായിട്ടുള്ള ആയിരിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. റെഗുലറായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ, അപ്പോൾ ഉറക്കത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ നിങ്ങളുടെ ബോഡി എന്താണ്, നിങ്ങൾ ലിസൺ ടു യുവർ ബോഡി എന്താണ് നിങ്ങളോട് പറയുന്നത്, അത് പേ ക്ലോസ് അറ്റൻഷൻ, അതിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ശരീരം നിങ്ങളോട് എന്താണ് പറയുന്നത്, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളുടെ ഫാമിലി ലിവിങ് സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് നമ്മൾ പറഞ്ഞു, ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അതേപോലെ ഫിസിക്കൽ ഹെൽത്ത് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ജീവിതം പരിപാലിച്ചു പോവുകയാണ് എങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഡയറ്റ്, സ്ലീപ്പിംഗ് പാറ്റേൺസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.